here for the taking. Don't wanna test your luck with me. I think I've had enough disease. I'm sick of all the bad thoughts, people who are half-nots. You are not as tough as ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ മെയിൻ്റനൻസ് കഴിഞ്ഞ് ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഈ വീക്കിൽ എന്തൊക്കെ വന്നു എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഇല്ല. ഓക്കെ, ഇത് കഴിഞ്ഞ വീക്കിൽ ഒരു പാക്കാണ്. സോ നമുക്കത് ക്യാൻസൽ ചെയ്യാം. ഡെയിലി ലോഗിൻ ബോണസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സുഭാഷയുടെ എന്തോ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കാര്യമായിട്ട് ഒന്നും ഇല്ലാന്ന് തന്നെ തോന്നുന്നു. നമുക്ക് നേരെ കോൺട്രാക്റ്റിൽ ചെന്ന് നോക്കാം. ഓക്കെ, ജയലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ലിവർപൂളിൻ്റെ ഒരു ക്ലബ് സെലക്ഷൻ പാക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇംപ്രഷനിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കാർഡുകൾ തന്നെയുണ്ട്. കാരണം സല കിട്ടുന്നുണ്ട്, പിന്നെ വാൻഡൈക്കിൻ്റെ ഒരു കാർഡ് വരുന്നുണ്ട്. വാൻഡൈക്കിൻ്റെ ഒക്കെ ഇതുപോലുള്ള ഹൈലൈറ്റ് കാർഡുകളൊക്കെ എന്ത് കഴിഞ്ഞാലും സീൻ തന്നെയായിരിക്കും. ഇതൊരു വന്നേക്കുന്ന കാർഡുകളൊക്കെ അടിപൊളിയായിരുന്നു. സോ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു പാക്കിൽ 8 കാർഡാണുള്ളത്. കോയിൻ കാർക്കിൽ തന്നെ പ്ലെയറെ സൈൻ ചെയ്യണം. സോ നെക്സ്റ്റ് പ്ലെയർ ഓഫ് ദ വീക്ക് നോക്കുവാണെങ്കിൽ പെഡ്രിയുടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബോക്സ് ടു ബോക്സ് ആണ്, അപ്പോൾ വെറൈറ്റി ആയിരിക്കും. മിക്കവാറും സീനാവാൻ ചാൻസ് ഉണ്ട്. ഇത് നോക്കുവാണെങ്കിൽ ബോൾ കൺട്രോളുണ്ട്, ലോ പാസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്, ടൈറ്റ് പൊസിഷൻ വരുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം സ്പീഡും ആക്സിലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബോക്സ് ടു ബോക്സ് ആയതുകൊണ്ട് തന്നെ എന്ത് കഴിഞ്ഞാലും കുറച്ച് നല്ല കാർഡാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ അലിസൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണ്, നന്നാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കാർഡുകളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ആകെ ഇംപ്രസ്ഡ് ആയിട്ട് തോന്നിയത് നമ്മുടെ പെഡ്രിയുടെ ഒരു കാർഡ് തന്നെയാണ്. അത് പ്ലേയിങ് സ്റ്റൈൽ കൊണ്ടാണ് വെറൈറ്റി ആവുന്നത്. ബോക്സ് ടു ബോക്സ് പെഡ്രി എന്ന് പറയുന്നത് അത്യാവശ്യം നന്നാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ യൂറോപ്യൻ ക്ലബ്ബിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ അറാവുടെ ഒരു CB കാർഡ് വന്നിട്ടുണ്ട്. സീനായിരിക്കും, ഡിസ്ട്രോയ് കാർഡാണ്. എന്ത് കഴിഞ്ഞാലും പിക്ക് ചെയ്യാൻ തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം പുള്ളിയുടെ കാർഡൊക്കെ സീൻ തന്നെയായിരിക്കും. പിന്നെ അത്യാവശ്യം ഡിഫെൻസീവ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗെയിമിലേക്ക് ഇടുന്ന ടൈമിൽ മാനേജറുടെ കൂടെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ടാക്ലിങ്ങും അതുപോലെ തന്നെ അഗ്രഷനും ഈ പറയുന്ന 90 പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സ്പീഡ് അത്യാവശ്യമുണ്ട്, ആക്സിലേഷനുണ്ട്. പാസിങ് നോക്കി കഴിഞ്ഞാൽ ലോ പാസ് 70 കിട്ടുന്നുണ്ട്. അത്യാവശ്യം നന്നാവാൻ ചാൻസ് ഉണ്ട്. എന്ത് കഴിഞ്ഞാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ കിമ്മിച്ചിൻ്റെ CB കാർഡ് വന്നിട്ടുണ്ട്. ബിൽഡപ്പ് കാർഡ്, അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അത്യാവശ്യം സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലോ പാസും ലോ പാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസ്. എന്ത് കഴിഞ്ഞാലും അത്യാവശ്യം നന്നാവാൻ ചാൻസ് ഉണ്ട്. എന്ത് കഴിഞ്ഞാലും ഈ ഒരു കാർഡും ഞാൻ ഫസ്റ്റ് ഇംപ്രഷനിൽ ഇംപ്രസ്ഡ് ആണ്, ബെറ്റർ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ തുറാമിൻ്റെ ഒരു കാർഡ് വന്നേക്കുന്നുണ്ട്. ഗോൾ പോച്ചറാണ്, അത്യാവശ്യം സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡെമ്പലയുടെ ഒരു CF കാർഡ്. CF കാർഡാണ്. ഇതിൽ വന്നേക്കുന്ന കാർഡുകളൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഡബിൾ ടച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പീഡ് ഉണ്ടാവാൻ സ്പീഡ് നല്ല രീതിയിലുണ്ട്. സോ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ യൂറോപ്യൻ ക്ലബ്ബിൽ വന്നേക്കുന്ന കാർഡുകളൊക്കെ അത്യാവശ്യം നല്ല കാർഡുകളാണെന്ന് തന്നെ പറയാം. ഇതിൽ ടോപ്പ് 4 നിൽക്കുന്ന കാർഡുകൾ എന്ത് കഴിഞ്ഞാലും ട്രൈ ചെയ്യേണ്ട കാർഡുകൾ തന്നെയാണ്. മസ്റ്റായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പിന്നീടുള്ള പാക്കുകളൊക്കെ കഴിഞ്ഞ വീക്കിലുള്ള പാക്കുകൾ തന്നെയാണ്. പിന്നെ മെയിനായിട്ട് റിവാർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്ട്രൈക്കർ ഇതിനെ വീണ്ടും വന്നേക്കുന്നുണ്ട്. സോ അതിലും അത്യാവശ്യം കോയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇവൻറ്റ് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഒരു ചാൻസ് ഡീൽ കിട്ടുന്നതാണ്. പിന്നെ നോക്കുവാണെങ്കിൽ ബീറ്റ് ദ ക്ലോക്ക് വന്നിട്ടുണ്ട്. പ്ലെയർ ഓഫ് ദി വീക്ക് നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കിനും അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലബിനും ഒരു ഫ്രീ ട്രൈ അവൈലബിൾ ആണ്. സോ എന്ത് കഴിഞ്ഞാലും നിങ്ങൾ കളിച്ചിട്ട് ഒരു ട്രൈ എങ്കിലും ഫ്രീ ആയിട്ട്, കോയിനും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രൈ എന്ത് കഴിഞ്ഞാലും നിങ്ങൾ എടുത്ത് നോക്കുക. ആരെ കിട്ടിയാലും വേർത്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല പാക്കാണ് വന്നേക്കുന്നത്. പിന്നെ ഓൺലൈനായിട്ടുള്ള ഇവൻറ്റ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഒരു 50 കോയിൻ്റെ ഒരു വകുപ്പ് കാണുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരു അപ്ഡേഷനിൽ. ഇനി മിക്കവാറും നമുക്ക് പിക്ക് പാക്കും കാര്യങ്ങളൊക്കെ മൺഡേ ആണ് വരിക. മൺഡേ എനിക്ക് തോന്നുന്നു ഓവൻ്റെ പാക്കാണ് ആഡ് ചെയ്തേക്കെന്ന് തോന്നുന്നു. സോ അതിനെക്കുറിച്ചുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ പ്ലേയേഴ്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മൾ ഇപ്രാവശ്യം ഫോം കിട്ടിയേക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്ക്വാഡിൽ കിമ്മിച്ചിനൊക്കെ ഫോം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ മൂസിയാല, പെഡ്രി, അതുപോലെ തന്നെ സലയുടെ കാർഡിനൊക്കെ ഫോം തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനുള്ളത്. മെയിൻലി ഈ ഒരു തേഴ്സ്ഡേ അപ്ഡേഷനിൽ ഇംപ്രസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് ഈ ഒരു പാക്ക് തന്നെയാണ്. യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് സീരിയസ്ലി ഹൈലി ഇംപ്രസ്ഡ് ആണ്. എന്ത് കഴിഞ്ഞാലും കുറച്ച് കോയിനും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കളയാൻ ചാൻസ് ഉണ്ട്. കാരണം പ്ലേയേഴ്സൊക്കെ കുറച്ച് വെറൈറ്റിയാണ്, പൊസിഷനിങ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. കിമ്മിച്ചിൻ്റെ CB കാർഡ്, അതുപോലെ തന്നെ ഡെമ്പലയുടെ CF കാർഡ്, അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി കാർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ പെഡ്രിയുടെ ബോക്സ് ടു ബോക്സ്, ഇതൊക്കെ ഇംപ്രസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.